നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശബ്ദം ഉണ്ടാകാതെ പതുക്കെ പോവാം. അത് പിന്നെ എടുക്കാം. വന്ദനെ, ഒന്നും കഴിക്കാതിരുന്നോണ്ടാ ബോധക്ഷയം ഉണ്ടായത്. ഇനിയും ആഹാരം കഴിക്കാതിരുന്നാൽ അത് അപകടമാണ്. എഴുന്നേൽക്ക്, എന്നിട്ട് എന്തെങ്കിലും കഴിക്ക്. വന്ദനെ, ഈ വാശിയൊക്കെ കളഞ്ഞ് എന്തെങ്കിലും ഒന്ന് കഴിക്ക്. നിങ്ങൾ എന്റെ ശരീരത്തിൽ തൊട്ടോ? ഇല്ല. പിന്നെ വന്ദനം താഴെ വീണ് കിടന്നപ്പോ ഞാൻ മുഖത്ത് വെള്ളം തെളിച്ചതേ ഉള്ളൂ. അല്ലാതെ വന്ദനയുടെ ദേഹത്ത് ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല വന്ദനയുടെ അറിവോ സമ്മതവും ഇല്ലാതെ ഞാൻ തൊടില്ല എന്ന്. അതങ്ങനെ തന്നെ പോവും. പക്ഷേ അതിൽ ചെറിയൊരു മാറ്റം വരും. നിന്റെ വീട്ടുകാരുടെയോ എന്റെ വീട്ടുകാരുടെയോ മുമ്പില് ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കാണിക്കാൻ ചിലപ്പോ തൊട്ടും നോക്കിയിരിക്കും. എന്നാലും അത് സ്വന്തം ഇഷ്ടപ്രകാരം തൊടുന്നതായിരിക്കില്ല. ഇപ്പൊ എന്റെ ജീവിതം നാടകം പോലെ. പക്ഷേ ഈ നാടകം നടത്താൻ ഞാൻ നിന്നിരുന്നു നിങ്ങൾ കരുതണ്ട. ഒരിക്കലും എല്ലാം അവസാനിപ്പിച്ച് ഞാനിവിടുന്ന് പടിയിറങ്ങും. അല്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ വേണ്ടാന്ന് വെക്കും. വന്ദനെ, എന്റെ ദേമുക്ക് വേണ്ടി ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത് അവൾക്ക് വേണ്ടി മാത്രം. നമസ്കാരം മദർ. നമസ്കാരം. ആ ഇതാര് ജഗനോ? ഇരിക്കെ. താങ്ക് യു മദർ. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. സന്തോഷം. മാർഗം ഏത് സ്വീകരിച്ചാലും ലക്ഷ്യം നല്ലതായാൽ മതി. അത് മദർ, വന്ദന നല്ല പെൺകുട്ടിയാ. മാലാഖയെ പോലൊരു പെണ്ണ്. താങ്ക് യു മദർ. ദിയമോൾക്ക് ജഗനെന്ന് വെച്ച ജീവനാ. ജഗനങ്ങളുടെ വീര കഥകൾ കേട്ട് ക്ലാസ് ടീച്ചറിന് വയ്യെന്നായി. ദിയമോളെ കുറച്ച് നേരത്തെ കൊണ്ടുപോകാനാ ഞാനിന്ന് വന്നത്. അതിനെന്താ, കൊണ്ടുപോയിക്കുള്ളൂ. താങ്ക് യു മദർ. എന്താ, ജഗൻ വല്ല ഫംഗ്ഷനും പോകുന്നുണ്ടോ? അതെ മദർ, ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണമായിരുന്നു. മാഡം, സ്പെഷ്യൽ ക്ലാസ്സിലെ ദിയെ ഒന്ന് വിളിച്ചോണ്ട് വരൂ. ഓക്കെ. ആ ബാഗും കൂടി എടുത്തേക്കാൻ പറയൂ. ശരി മാഡം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ദിയമോളെ ഇവിടെ കൊണ്ടുവിടുന്നത് മാധവൻ നായരാ. ജഗൻ, ഇവിടെ വരുന്ന എത്രയോ പേരെ ഞാൻ കണ്ടിരിക്കുന്നു. മാധവൻ നായരെ പോലൊരാള്. സത്യത്തിൽ ആ കുടുംബത്തിന് വേണ്ടി അയാൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു കുടുംബത്തിലെ കാര്യങ്ങള് ഒറ്റയ്ക്ക് ഒരാളുടെ തലയിൽ വെച്ചു കൊടുക്കാതെ എല്ലാവരും കൂടി അത് ഏറ്റെടുക്കണം. മദർ, ഇറ്റ്സ് എ റിക്വസ്റ്റ്. ഇപ്പൊ പറഞ്ഞ കാര്യമേ ഇവിടെ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങാം. ബോധവൽക്കരണം കുട്ടികളിൽ നിന്ന് തുടങ്ങിയാൽ അതൊരു ബേസ്മെന്റ് ആവും.
ഇപ്പോ ലഹരി മരുന്നിന്റെ വിൽപ്പന സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അത് നിങ്ങൾ തടയണം. ഇത്തരം മരുന്നുകൾ കുട്ടികളെ ഏൽപ്പിക്കാൻ വരുന്നവരെ നിങ്ങൾ തന്നെ കണ്ടെത്തി പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് സോഷ്യൽ മീഡിയ വഴി ജനങ്ങളിലേക്ക് എത്തിക്കണം. അത് ഇവിടുന്ന് തന്നെ തുടങ്ങണം. ജഗം പറഞ്ഞത് ഞങ്ങള് ഒരു വേദവാക്യമായി സ്വീകരിച്ച് ഉടനെ തന്നെ ഞങ്ങൾ കാര്യങ്ങൾ തുടങ്ങുകയായി. ആ, നന്ദിയുണ്ട്. അതിരിക്കട്ടെ, ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ. ജഗനാണ് അടുത്ത MLA സ്ഥാനാർത്ഥി. ആ, ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തവണ ഏതായാലും ഇലക്ഷൻ ഒന്നും മത്സരിക്കുന്നില്ല. ആ മോളെ, മോളെ വിളിച്ചോണ്ട് വരാൻ വന്ദനമ്മ അങ്കിളിനെ പറഞ്ഞു വിട്ടതാ. ആണോ? ദയ്യ എന്ന ക്യാമ്പില് മികച്ച പെർഫോമർ ആയിരുന്നു. ആ ആണോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു അങ്കിൾ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മദർ. ശരി. താങ്ക് യു മാം. വാ. മിടുക്കി കുട്ടി. അച്ഛനും അമ്മയും മരിച്ചെങ്കിലും ജഗനും വന്ദനയും ദിയമോൾക്ക് നല്ല മാതാപിതാക്കളാ. അങ്കിളിന്റെ കഥ സൂപ്പർ ആയിരുന്നു. നാളെ ക്യാമ്പിൽ ചെല്ലുമ്പോ ഈ കഥ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. എല്ലാരും ചിരിച്ച് ചിരിച്ച് ചാവും. മോളെ പതുക്കെ. വന്ദനമ്മ എവിടെ അങ്കിളെ? അത് ശബ്ദം ഉണ്ടാകാതെ പതുക്കെ പോവാം. അത് പിന്നെ എടുക്കാം. വാ വാ വാ, കേറി വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.